എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട +1 അലോട്ട്മെൻറ്റ്, +1 റിസൾട്ട് എന്നിങ്ങനെയുള്ള +1, +2, ഡിഗ്രി, PG എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മുൻപേ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നാളെയല്ല, അപേക്ഷ ഉടൻ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഒരു തിങ്കളാഴ്ചയോട് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോട് 30-ാം തീയതിയോട് കൂടി എന്തായാലും അപേക്ഷ തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇന്ന് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എത്ര വരെയാണ് നടക്കുക? ജൂലൈ 29 വരെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 30-ാം തീയതിയോട് കൂടി എന്ത് ചെയ്യാൻ സാധിക്കും? അതായത് ജൂലൈ 30 നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. ജൂലൈ 30-ാം തീയതിയോടുകൂടി ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റ്. അപ്പം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നാണ്. അപേക്ഷിക്കുന്നുണ്ട് കാര്യമുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തവണ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിൻ്റെ സർക്കുലർ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. 35,000-ഓളം 30-നും 35-നും ഇടയിലാണ് വേക്കൻസികൾ ഉണ്ടായിരുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ്, സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് മുമ്പ്. പക്ഷേ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നപ്പോൾ 12,041 പേരെ മാത്രമേ അതിൽ പരിഗണിച്ചിട്ടുള്ളൂ. 12,300 അപേക്ഷകളോളം വന്നു. അതിൽ 12,041 പേരെ പരിഗണിച്ചിട്ടുള്ളൂ. ഇവർക്കെല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടി എന്നതിലും നിർബന്ധമില്ല. പരിഗണിച്ചവരുടെയാണ്. ബാക്കി 664 അപേക്ഷകൾ പുറന്തള്ളിപ്പോയി. എത്ര സീറ്റ് ഉണ്ടായിരുന്നു? സീറ്റിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. 35,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അതിൽ 12,300 സംതിങ് അപേക്ഷകൾ, 12,600 സംതിങ് അപേക്ഷകളാണ് വന്നത്. അതിൽ 666 അപേക്ഷകളും കണ്ട് എന്ത് ചെയ്തു, തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാലും അവരെ മറ്റു കാരണങ്ങളാലും പുറത്താക്കി. അല്ലാതെയുള്ള 12,047 അപേക്ഷകൾ പരിഗണിച്ചിട്ടുണ്ട്. ഈ 12,047 വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അറിയാൻ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ വരുമ്പോൾ ഈ 12,047 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പോലും, കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നല്ല, കിട്ടിയാൽ പോലും കേരളത്തിലൊരു 20,000-ഓളം സീറ്റ് ഇനിയും ഒഴിഞ്ഞു കിടപ്പുണ്ട്. 30-നും 35-നും ഇടയിലായിരുന്നു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പുള്ള വേക്കൻസി ലിസ്റ്റ്. അത് കഴിഞ്ഞിട്ടും അതിലേക്ക് 35,000-ഓളം അപേക്ഷ വന്നെങ്കിൽ 20,000-ഓളം വേക്കൻസികൾ ഇനിയും ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കും. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇത് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ. എങ്ങനെ അപേക്ഷിക്കാമെന്ന് നമുക്ക് വേഗം നോക്കാം. അതിന് HSCAPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയ ശേഷം അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ID, പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. ഇപ്പോൾ കാണുന്ന ലിങ്കല്ല, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ വരുന്ന ലിങ്കാണ് നിങ്ങൾ ഉപയോഗിക്കുക. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടിയിൽ അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകൾ 1 by 1, 2, 3, 4 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തിരക്ക് കളിക്കുന്ന ഒന്നുകൊണ്ടല്ല, നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു വീഡിയോ ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും എല്ലാം വരും വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.